എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +2 യൂണിറ്റ് എക്സ്പ്ലനേഷൻ ഷോർട്ട് വീഡിയോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3ാമത്തെ ഏകകമാണ് കവർ ചെയ്തത്. 4ാമത്തെ ഏകകമാണ്. ഇത് അവസാനത്തെ 3 പാഠങ്ങളാണ് ഇതുള്ളത്. ഇതിൽ ആദ്യത്തേത് നിർമ്മമോ യോജക എന്ന മുദ്രാരാക്ഷസത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പാഠമാണ്. മുദ്രാരാക്ഷസത്തിൻ്റെ ഒരു കഥാസംഗ്രഹം ഇങ്ങനെയാണ് വരുന്നത്. അന്നസത്രത്തിൽ നിന്നും കുസുമപുര രാജ്യാധിപനായ നന്ദരാജനാൽ പുറത്താക്കപ്പെട്ട വിഷ്ണുഗുപ്തൻ ചന്ദ്രഗുപ്തനെ ഉപയോഗിച്ച് നന്ദവംശത്തെ നശിപ്പിക്കുന്നതിന് ശ്രദ്ധാലുവായി. നന്ദരാജൻ ചന്ദ്രഗുപ്തൻ്റെ പിതാവിനെയും 99 സഹോദരന്മാരെയും കാരാഗൃഹത്തിൽ ബന്ധിച്ചിട്ട് ആഹാരം, ജലം എന്നിവ നൽകാതെ വധിച്ചു. അന്നു മുതൽ നന്ദരാജനോട് ചന്ദ്രഗുപ്തൻ പ്രതികാരദാഹിയായി തീർന്നു. ഒരിക്കൽ ചന്ദ്രഗുപ്തൻ വഴിയിൽ ഉണ്ടായിരുന്നതും കാലിൽ മുറിവേൽപ്പിച്ചതുമായ പുല്ല് ചവച്ചരച്ച് ഭസ്മമാക്കിയിട്ട് അതിൽ നിന്നും വരുന്ന ജലം കുടിക്കുന്ന അതികോപിഷ്ഠനായ ബ്രാഹ്മണനെ കണ്ടു. തൻ്റെ പിതാവായ ശിവഗുപ്തൻ്റെ മരണകാരണം പാദത്തിൽ തറച്ച പുല്ലായിരുന്നു എന്നതാണ് വിഷ്ണുഗുപ്തൻ്റെ ഈ പ്രവൃത്തിയുടെ കാരണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉന്മൂലനാശനത്തിനായി ഇവൻ എൻ്റെ സഹായിയായി ഭവിക്കുകയാണെങ്കിൽ തൻ്റെ കാര്യം ക്ഷിപ്രപ്രസാധ്യമാകുമെന്ന് ചന്ദ്രഗുപ്തൻ ചിന്തിച്ചു. ഇവൻ എൻ്റെ മിത്രമാവുകയാണെങ്കിൽ എൻ്റെ മനോരഥം സഫലമാകും. നന്ദനാൽ അപമാനിതനായ വിഷ്ണുഗുപ്തനെ ചന്ദ്രഗുപ്തൻ സ്നേഹത്താലും വിശ്വാസത്താലും ആദരവോടെയും സ്വന്തം വശത്താക്കി. വിഷ്ണുഗുപ്തൻ ചന്ദ്രഗുപ്തൻ്റെ മിത്രമായിട്ട് നന്ദന്മാർ അറിയാതെ ഗൂഢതന്ത്രങ്ങളാൽ നന്ദന്മാരെ ഉപദ്രവിച്ചു. ഒരിക്കൽ ചാണക്യൻ്റെ ഉപദേശകനായ ഭൃത്യൻ നിപുണകൻ യാദൃശ്ചികമായി നന്ദവംശത്തിൻ്റെ മന്ത്രിയായ രാക്ഷസന്റെ മുദ്രമോതിരം രക്ഷാസുഹൃത്തും കച്ചവടശ്രേഷ്ഠനുമായ ചന്ദ്രദാസന്റെ ഉമ്മറത്തു നിന്നും ലഭിച്ചു. ചാണക്യൻ രാക്ഷസന്റെ മറ്റൊരു സുഹൃത്തായ ശകടദാസനെ ബലമായി പ്രേരിപ്പിച്ച് സങ്കേത സൂചനയും മുദ്രാങ്കനവും ഇല്ലാതെ ഒരു സന്ദേശം എഴുതി. മാത്രമല്ല, ലേഖനം രാക്ഷസന്റെ മോതിരം കൊണ്ട് മുദ്രണം ചെയ്ത് പിന്നീട് സ്വന്തം കാര്യനിവൃത്തിക്കായിക്കൊണ്ട് വേണ്ടതുപോലെ ഉപയോഗിച്ചു. ചന്ദ്രഗുപ്ത വധത്തിനായി ഉത്സുകനായ രാക്ഷസന്റെ പ്രയത്നം വിഫലമാക്കിയിട്ട് നന്ദരാജനെ വധിക്കുന്നതിന് വിഷ്ണുഗുപ്തനാൽ ചെയ്ത യത്നം സഫലമായി. വിഷ്ണുഗുപ്തനാൽ ആസൂത്രണം ചെയ്ത വിഷകന്യകാ പ്രയോഗത്താൽ രാക്ഷസന്റെയും പർവ്വതരാജന്റെയും സഖ്യം പരാജയപ്പെട്ടു. ചന്ദ്രഗുപ്തനെ ഉപരോധിക്കുന്നതിന് പ്രാപ്തരായ പൗരമുഖ്യന്മാരെ ചാണക്യൻ തന്ത്രപൂർവ്വം ചന്ദ്രഗുപ്തന്റെ ആത്മമിത്രങ്ങളാക്കി. വിഷ്ണുഗുപ്തൻ വിവിധ ഉപായങ്ങളാലും കുടിലതന്ത്രത്താലും നന്ദന്മാരെ നശിപ്പിച്ച് ചന്ദ്രഗുപ്തന് രാജ്യം സമർപ്പിച്ചു. ചന്ദ്രഗുപ്തന്റെ മന്ത്രിയായി നിന്ന വിഷ്ണുഗുപ്തൻ പിന്നീട് ശത്രുഭാവത്തിൽ നിന്നിരുന്ന അമാത്യരാക്ഷസനെ വശീകരിക്കുന്നതിന് ഒരു തന്ത്രം ഉപയോഗിച്ചു. അമാത്യരാക്ഷസന്റെ സുഹൃത്തായ ചന്ദ്രദാസന്റെ വീട്ടിൽ ഗൂഢമായി വസിക്കുന്ന രാക്ഷസപുത്രന്മാരെയും ഭാര്യയെയും സ്വന്തം വശത്താക്കുകയാണെങ്കിൽ രാക്ഷസൻ തീർച്ചയായും വശംവദനായി ഭവിക്കും എന്നാലോചിച്ച് ആ ചന്ദ്രദാസനെ സമീപിച്ച് രാക്ഷസന്റെ ഭാര്യാപുത്രന്മാരെ വേഗം തന്നെ അയക്കുന്നതിനായി അവനോട് ആജ്ഞാപിച്ചു. ചന്ദ്രദാസനാകട്ടെ പ്രാണനെ ഉപേക്ഷിക്കാം, അല്ലാതെ മിത്രദ്രോഹത്താൽ അദ്ദേഹത്തിൻ്റെ പത്നീപുത്രന്മാരെ ഗൃഹത്തിന് വെളിയിൽ അയക്കില്ല എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വാക്ക് കേട്ടിട്ട് രാജാവിൻ്റെ ആജ്ഞ നിരസിക്കുന്നവൻ വധാർഹത്തിനായി ഭവിക്കുമെന്ന് ഉദ്ഘോഷിച്ച് അവനെ വധിക്കുവാനുള്ള സ്ഥലത്തേക്ക് ആനയിച്ചു. രാക്ഷസൻ ആത്മമിത്രത്തെ രക്ഷിക്കുന്നതിനായി എല്ലാം ഉപേക്ഷിക്കുന്നതിന് ദൃഢനിശ്ചയമെടുത്ത് സ്വയം കൗടില്യനെ സമീപിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ചന്ദ്രദാസനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ചാണക്യൻ അത്തരത്തിലുള്ള സന്ധി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അമാത്യരാക്ഷസനെ അനിതര സാധാരണങ്ങളായ ഗുണങ്ങളാൽ പരിപൂർണനായ ഭവാൻ എല്ലാ ഭൂതവും ഭാവിയും ധർമ്മവും അധർമ്മവും കാര്യവും അകാര്യവും ആലോചിച്ച് നിർണയിക്കാൻ സമർത്ഥനാണ് എന്ന് മുക്തകണ്ഠം പ്രശംസിച്ചു. ചാണക്യൻ ചന്ദ്രദാസനെയും മലയകേതുവിനെയും ഖണ്ഡനത്തിൽ നിന്ന് മോചിപ്പിച്ച് അമാത്യരാക്ഷസനെ ചന്ദ്രഗുപ്തന്റെ മന്ത്രിപദത്തിൽ നിയോഗിച്ചു. പ്രതിജ്ഞ പൂർണ്ണമായി നിറവേറ്റി സ്വന്തം മുടിയുടെ ബന്ധനവും ചെയ്തിട്ട് വിഷ്ണുഗുപ്തൻ എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ആത്മാവിനെ മോചിപ്പിച്ച് ഏകാന്തമായി ഒരു ദേശത്ത് താപസധർമ്മമനുസരിച്ച് വർത്തിച്ചു. ഇതാണ് ഈ കഥയുടെ രത്നച്ചുരുക്കം. ഓക്കെ, അതാണ് ഈ കഥയിൽ പറയുന്നത്. പിന്നീട് സംഭാഷണാംശങ്ങളാണ് ഇതിൽ പറയുന്നത്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഈ ഏകകത്തിലെ അടുത്ത ചാപ്റ്ററായിട്ടുള്ള കുശലിനഃ സന്തു സർവദാ എന്ന പാഠഭാഗമാണ് ഇത്. ഭഗവത്ഗീതയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാഠമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വം ഉപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ എന്ന് ഭഗവാൻ അർജുനനോട് പറയാണ്. യുദ്ധം ചെയ്യാൻ എനിക്ക് വയ്യ, എൻ്റെ ബന്ധുമിത്രാദികളെയും
എല്ലാവരെയും എനിക്ക് കൊല്ലേണ്ടി വരും, എൻ്റെ ഗുരുനാഥന്മാരെയൊക്കെ എനിക്ക് കൊല്ലേണ്ടി വരും, വധിക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്, നീ ഇങ്ങനെ ആയാൽ പറ്റില്ല, യുദ്ധം ചെയ്യേണ്ടത് ക്ഷത്രിയ ധർമ്മമാണ്, നിൻ്റെ ഈ ഷണ്ഡത്വം നീ ഉപേക്ഷിക്കണം എന്ന് എന്താ പറയുക, അയാളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ വിഷയങ്ങളെ, ശബ്ദസ്പർശ രൂപരസഗന്ധാദി ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ അവയിൽ ആസക്തി ഉണ്ടാകുന്നു, വിഷയാസക്തിയിൽ നിന്ന് അത്യാഗ്രഹവും ഉണ്ടാകുന്നു, അത്യാഗ്രഹത്തിൽ നിന്ന് കോപവും ഉണ്ടാകുന്നു. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയാണ്. അങ്ങനെ ക്രോധത്തിൽ നിന്നും സമ്മോഹം, സമ്മോഹത്തിൽ നിന്നും സ്മൃതിവിഭ്രമം, സ്മൃതിഭ്രംശത്തിൽ നിന്നും ബുദ്ധിനാശം, ബുദ്ധിനാശത്തിലൂടെ ഒരുവൻ നശിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ എന്ന് പറയുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ദേവന്മാർ യജ്ഞങ്ങളെ കൊണ്ട് സന്തുഷ്ടരായാൽ സ്വന്തം ബന്ധുവിനെ പോലെ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചിട്ട് രണ്ടു കൂട്ടർക്കും പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കാം എന്ന് പറയാണ്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ റിപുരാത്മനഃ. ആത്മാവിൻ്റെ ബന്ധുവും ശത്രുവും ആരാണെന്ന് പറയാണ്. വിവേകജ്ഞാനയുക്തമായ ബുദ്ധിയാണ് സ്വന്തം ബന്ധുവായിട്ടുള്ളത്. വിഷയസുഖങ്ങളിൽ ആസക്തമായ മനസ്സാണ് സ്വന്തം ശത്രു. വിവേകബുദ്ധി കൊണ്ട് വിഷയസുഖങ്ങളിൽ മുഴുകിയ മനസ്സിനെ നിയന്ത്രിച്ച് ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം, അപകർഷതയിലേക്കല്ല. അതുകൊണ്ട് ഉത്തമ വ്യക്തിത്വ വികാസത്തിന് സ്വന്തം പ്രതിഭയെ തിരിച്ചറിഞ്ഞ് പോഷിപ്പിക്കണം എന്നർത്ഥം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവിടെ ആ പാഠം അവസാനിക്കുകയാണ്. അടുത്തതും അവസാനത്തതുമായിട്ടുള്ള ചാപ്റ്റർ മന ഏവ ബലിയാത് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. ഇതിലെന്താ പറയുന്നത്? യോഗദർശനത്തെക്കുറിച്ചിട്ടാണ്. ആ യോഗദർശനം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്? യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നു. യോഗശാസ്ത്രത്തിലെ അധ്യായങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. എന്താണ്? സമാധിപാദ, സാധനാപാദ, വിഭൂതിപാദ, കൈവല്യപാദ എന്ന 4 പാദങ്ങളെ പറ്റി പറയുന്നു. പിന്നെന്താണ്? ഇതിൽ അഷ്ടാംഗ യോഗ എന്താണ് എന്ന് പറയുന്നു. യോഗ ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്താണ്? യോഗ അനുഷ്ഠിക്കുമ്പോൾ വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ യോഗശാസ്ത്രം അല്ലെങ്കിൽ പതഞ്ജലിയുടെ യോഗദർശനം എന്താണ് പറയുന്നത്? ആ ശാസ്ത്രം എന്തിനൊക്കെ ഉപായങ്ങളാണ്, മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. കർമ്മ കുശലത, മനസ്ഥൈര്യം, സുസ്ഥിതി, ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. അതേപോലെ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ആയിട്ടുള്ള അഷ്ടാംഗ യോഗ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരാണ്. പിന്നെയോ യോഗാനുശീലനം കൊണ്ട് ശരീരത്തിനും മനസ്സിനും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നും ഈ പാഠത്തിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതേപോലെ ഇന്ദ്രിയം സംയമനവും നമുക്ക് യോഗാഭ്യാസത്തിലൂടെ നടക്കുന്നു. പിന്നെയോ ജീവിത നൈപുണ്യാനി സമാർജയിതും ക്ഷമതാഹ വർദ്ധയിതും ച തഥാ ച ഏകാഗ്രതാം ശുദ്ധബോധാവസ്ഥാം ച പ്രാപ്തും സഹായകം ഭവതി യോഗശാസ്ത്രം എന്ന് പറയുകയാണ്. യോഗശാസ്ത്രം എന്തിനൊക്കെയാണ് സഹായകമാകുന്നത്? ജീവിത നൈപുണികൾ നേടുന്നതിന്, അതേപോലെ ക്ഷമ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേടുന്നതിനും, പിന്നെ ജീവിത നൈപുണ്യം നേടുന്നതിനും ക്ഷമതകളെ വർദ്ധിപ്പിക്കുന്നതിനും അപ്രകാരം ഏകാഗ്രതയും ശുദ്ധ ബോധാവസ്ഥയും ലഭിക്കുന്നതിന് സഹായകവുമാണ് യോഗശാസ്ത്രം എന്ന് പറഞ്ഞ് ഇവിടെ ഈ ചാപ്റ്റർ സമാപിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ഏകകവും സമാപിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഇത് പഠിക്കുക. ഒരുപാട് വീഡിയോ നീണ്ടുപോണ്ട എന്ന് പറഞ്ഞിട്ടാണ് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് അതത് ഭാഗങ്ങൾ വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. നല്ലപോലെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. നല്ല A+ കൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാവട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടി വലിയ പദവികളിലും ശ്രേണികളിലും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.